ഒരു ചെറിയ ഗ്രാമത്തിലായിരുന്നു മീരയുടെ വീട്. അച്ഛൻ രാഘവനും അമ്മ സരളയും കൂലിപ്പണിക്കാരായിരുന്നു. ദാരിദ്ര്യമുണ്ടായിരുന്നെങ്കിലും അവർ മകളെ വളരെയധികം സ്നേഹിച്ചിരുന്നു. ജനിച്ചപ്പോൾ തന്നെ തൻ്റെ സഹോദരങ്ങളെക്കാൾ നല്ല കറുത്തതായിരുന്നു മീര. എല്ലാവരും മീരയെ മറ്റുള്ളവരുമായി എപ്പോഴും താരതമ്യം ചെയ്യുമായിരുന്നു. കറുമ്പി എന്നായിരുന്നു എല്ലാവരും മീരയെ കളിയാക്കി വിളിച്ചിരുന്നത്. മീര വളർന്നു വലുതാകും തോറും ആളുകളുടെ കളിയാക്കലും കൂടി വന്നു. അച്ഛനും അമ്മയും ഒഴികെ ബന്ധുക്കളും കൂടെ പഠിച്ചിരുന്നവരും സഹോദരങ്ങളും ഒക്കെ മീരയുടെ നിറത്തെ എപ്പോഴും കളിയാക്കുമായിരുന്നു. ആരും അവളെ കൂട്ടത്തിൽ കൂട്ടില്ലായിരുന്നു. വിവാഹപ്രായമെത്തിയപ്പോൾ ഇവളെ ആരാണ് വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞ് ബന്ധുക്കൾ കുറ്റപ്പെടുത്തിയിരുന്നു. ഓരോ വാക്കും മീരയുടെ മനസ്സിൽ മുറിവായി മാറിക്കൊണ്ടിരുന്നു. പഠനത്തിൽ മിടുക്കിയായിരുന്ന മീര ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി നേടി. വീട്ടുകാരുടെ ബാധ്യതകൾ അവൾ ഏറ്റെടുത്തു. ജോലി ഉണ്ടായിരുന്നിട്ടും അവളുടെ വിവാഹാലോചനകൾ മുടങ്ങിക്കൊണ്ടിരുന്നു. നിറത്തിൻ്റെ കാര്യം പറഞ്ഞ് പലരും പിന്മാറി. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. മീരയ്ക്ക് ഒരു വിവാഹാലോചന വന്നു. വരൻ്റെ പേര് അരുൺ. ചെറുപ്പത്തിലുണ്ടായ ഒരു അപകടത്തിൽ കാഴ്ച നഷ്ടപ്പെട്ടയാളായിരുന്നു. നല്ല വിദ്യാഭ്യാസവും നല്ല സ്വഭാവവും ഉണ്ടായിരുന്നെങ്കിലും കാഴ്ചയില്ലാത്തതിനാൽ പലരും അദ്ദേഹത്തെ നിരസിച്ചിരുന്നു. മീരയുടെ അച്ഛനും അമ്മയ്ക്കും മാത്രം ഈ ആലോചന അത്ര ഇഷ്ടപ്പെട്ടില്ല. എന്നാൽ സഹോദരങ്ങളും ബന്ധുക്കളും പറഞ്ഞു, ഇനി ഇതിലും നല്ലൊരു ആലോചന വരില്ല. അന്ധനായതുകൊണ്ട് ഇവളുടെ നിറം കാണാൻ പറ്റില്ല. ആ വാക്കുകൾ മീരയുടെ ഹൃദയം തകർത്തു. പക്ഷേ അച്ഛൻ്റെയും അമ്മയുടെയും വിഷമം കണ്ട അവൾ വിവാഹത്തിന് സമ്മതിച്ചു. വിവാഹ ദിവസം പലരും പലതും പറഞ്ഞു. ഇവൾക്കിതാണ് ചേരുന്നത്. ഒരാൾക്ക് കാഴ്ചയില്ല, മറ്റൊരാൾക്ക് മീര എല്ലാം കേട്ട് നിശബ്ദയായി നിന്നു. അങ്ങനെ വിവാഹം കഴിഞ്ഞു. ആദ്യ രാത്രിയിൽ അരുൺ മീരയുടെ കൈപിടിച്ചു മൃദുവായി പറഞ്ഞു, മീര, എനിക്ക് നിന്റെ മുഖം കാണാൻ കഴിയില്ല. പക്ഷേ നിന്റെ ശബ്ദത്തിലെ നന്മയും നിന്റെ ഹൃദയത്തിലെ സ്നേഹവും ഞാൻ തിരിച്ചറിയുന്നുണ്ട്. ഞാൻ വിവാഹം കഴിച്ചത് നിന്റെ മനസ്സിനെയാണ്. ആ വാക്കുകൾ കേട്ട് മീര കരഞ്ഞു. വർഷങ്ങളായി മനസ്സിൽ അടിഞ്ഞുകൂടിയ വേദന ഒലിച്ചുപോയി. ദിവസങ്ങൾ കടന്നു. അവർ സന്തോഷത്തോടെ ജീവിച്ചു. മീര ഭർത്താവിനെ ഒരു നിമിഷം പോലും ഒറ്റപ്പെടുത്തിയില്ല. ആശുപത്രിയിലേക്കും ജോലിക്കുമെല്ലാം കൂടെ പോയി. അരുൺ അവളുടെ സ്നേഹത്തിലാണ് ലോകം കണ്ടത്. ഒരു ദിവസം ഡോക്ടർ അവരോട് പറഞ്ഞു, അരുണിന് ശസ്ത്രക്രിയ ചെയ്താൽ കാഴ്ച തിരികെ കിട്ടാൻ സാധ്യതയുണ്ട്. പണം വളരെ വേണ്ടി വന്നു. മീരയുടെ ആഭരണങ്ങൾ വിറ്റു. വർഷങ്ങളായി സൂക്ഷിച്ചിരുന്ന സമ്പാദ്യവും ചെലവഴിച്ചു. ഒടുവിൽ ശസ്ത്രക്രിയ വിജയിച്ചു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ബാൻഡേജ് അഴിക്കുന്ന ദിവസമെത്തി. എല്ലാവരും ആകാംക്ഷയോടെ കാത്തുനിന്നു. അരുൺ പതിയെ കണ്ണു തുറന്നു. ജീവിതത്തിൽ ആദ്യമായി ഭാര്യയെ കണ്ടു. മീര ഭയന്നു മാറി നിന്നു. എൻ്റെ നിറം കണ്ടാൽ ഇനി എന്നെ ഇഷ്ടപ്പെടുമോ എന്ന ചിന്ത അവളെ അലട്ടുകയായിരുന്നു. അരുൺ അവളെ അടുത്തേക്ക് വിളിച്ചു. ആ കൈകൾ ചേർത്ത് പിടിച്ചു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മീര, ആളുകൾ പറഞ്ഞതുപോലെ ഞാൻ ഒന്നും കാണുന്നില്ല. ഞാൻ കാണുന്നത് എനിക്ക് വേണ്ടി എല്ലാം ത്യജിച്ച ഒരു സ്ത്രീയെയാണ്. നിന്റെ നിറമല്ല നിന്നെ സുന്ദരിയാക്കുന്നത്, മറിച്ച് നിന്റെ ഹൃദയമാണ്. അവൻ എല്ലാവരുടെയും മുന്നിൽ മീരയെ ചേർത്ത് പിടിച്ചു. അവളെ പരിഹസിച്ചു കൊണ്ടിരുന്നവരുടെ തല കുനിഞ്ഞുപോയി. അന്ന് മീര മനസ്സിലാക്കി, നിറം നോക്കി മനുഷ്യരെ വിലയിരുത്തുന്ന കണ്ണുകളേക്കാൾ സ്നേഹം കാണുന്ന ഹൃദയമാണ് ലോകത്തിലെ ഏറ്റവും വലിയ സൗന്ദര്യം. ഒരു മനുഷ്യൻ്റെ വില അവൻ്റെ നിറത്തിലോ രൂപത്തിലോ അല്ല, സ്വഭാവത്തിലും സ്നേഹത്തിലും കരുണയിലുമാണ്.